പെൺകുട്ടികളുടെ സ്വർണം കൊണ്ടുവരുന്ന കേസ്. എല്ലാവരും ഇപ്പോൾ ഡൗറി ഇല്ല എന്ന് പറഞ്ഞാലും സ്ത്രീധനം നിരോധിച്ചാൽ പോലും നല്ല രീതിയിൽ തന്നെ സ്വർണ്ണമൊക്കെ കൊടുത്ത് കല്യാണം കഴിച്ചു വിടുമ്പോൾ പലപ്പോഴും ഇത് പയ്യന്റെ വീട്ടുകാർ അവരുടെ എന്തെങ്കിലും ഇതുപോലെ ഒരു അസറ്റ് വാങ്ങിക്കാൻ, ഇപ്പോൾ ഫ്ലാറ്റോ വീടോ ഒക്കെ വാങ്ങാനായിട്ട് ഈ സ്വർണം എടുക്കുന്നു. പിന്നീട് ഡിവോഴ്സ് കേസ് വരുമ്പോൾ അതിൻ്റെയൊക്കെ ലീഗൽ ഫോർമാലിറ്റീസ് എങ്ങനെയാണ്? വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അത് നമ്മൾ പ്രൂവ് ചെയ്യണം. നമ്മളിപ്പം എപ്പോഴും നമ്മൾ ഒരു അങ്ങനെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്, സ്ത്രീധനം എന്നൊന്നും പറയുന്നത് ഒരു ഗിഫ്റ്റ്, കുട്ടിക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ പ്രോപ്പറായിട്ട് അതിൻ്റെ ബില്ല്, ഇൻവോയ്സ് കീപ്പ് ചെയ്യാന്നുള്ള ഫസ്റ്റ് തിങ്. അത് നമുക്ക് കോർട്ടിൽ പിന്നെ പ്രൂവ് ചെയ്യേണ്ടി വരും. അതുപോലെ ഫോട്ടോസ്, മാരേജ് ആൽബംസ്, അത് നമുക്ക് എവിഡൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, ബില്ല് കീപ്പ് ചെയ്യുക എന്നുള്ളത്. പിന്നെ എപ്പോഴും നമ്മുടെ കയ്യിലൊരു കൺട്രോൾ വേണം. ഇത് എന്താ ചെയ്യുന്നത്, എങ്ങനെയാ ചെയ്യുന്നത്, അതിൻ്റെ അകത്തെല്ലാം നമ്മളൊരു പാർട്ടായിരിക്കണം. നമ്മൾ ബ്ലൈൻഡ്ലി ബില്ലും ഇല്ല, ഒന്നുമില്ല, നമ്മൾ ചുമ്മാ അറിയത് ഞാൻ കുറേ ഇത്ര കൊടുത്തു എന്ന് പറഞ്ഞാലൊന്നും നമുക്ക് കോടതിയിൽ നിന്ന് അനുകൂലമായിട്ട് കിട്ടുന്നത്. എപ്പോഴും കോർട്ട് എവിഡൻസ് ബേസ്ഡ് ആണ്. എവിഡൻസ് വേണം എല്ലാത്തിനും, ചുമ്മാ വാക്കപ്പ്. അപ്പം നമ്മൾ എപ്പോഴും ഒരു കല്യാണം കഴിച്ച എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്രോപ്പർ ഒരു എവിഡൻസ്, നമ്മൾ എപ്പോഴും ഒരു പിടുത്തം നമ്മുടെ കൈ വേണം. നമ്മൾ അങ്ങനെ ബ്ലൈൻഡ്ലി എല്ലാവരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പം ഒരു പിടുത്തം നമ്മുടെ കയ്യിൽ വേണം. അതിപ്പം എപ്പോഴും പ്രോപ്പർ എവിഡൻസ് വേണം നമ്മൾ ഈ വാങ്ങിച്ചതിനും ഒക്കെയുള്ള കാര്യങ്ങൾ. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അത് കുറേ പ്രോസസ്സാണ് അതിൻ്റെ കാര്യം. നമുക്ക് കോടതി എങ്ങനെ വേണമെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാം. വേണമെങ്കിൽ പറയാം, കുറച്ച് വൈഫിൻ്റെ സ്വർണ്ണമുണ്ട്, എൻ്റെ അമ്മയുടെ സ്വർണ്ണമുണ്ട്, അത് എൻ്റെ അമ്മയുടെ ഗോൾഡായിരുന്നു, എൻ്റെ അമ്മയുടെ ഗോൾഡ് ഞാൻ ഇടാൻ കൊടുത്തതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ. ഇതൊന്നും ഞാൻ പറഞ്ഞില്ല, എവിഡൻസ് ഇല്ലെങ്കിലാണ് ഇങ്ങനെയുള്ള മാനിപ്പുലേഷൻസ് വരും. എനിക്കറിയുന്ന ഒരു കേസിൽ ഒരു ലോക്കറിൽ ഗോൾഡ് വെച്ചു. ഇനി അറൗണ്ട് 8 ഡിവോഴ്സും കിട്ടിയില്ല, 8 years എടുത്തു ആ ലോക്കറിൽ നിന്ന് അവർക്ക് ആ ഗോൾഡ് തിരിച്ച് കോംപ്രമൈസ് ചെയ്തിട്ടേ എടുക്കാൻ പറ്റില്ല. അത്ര ലെങ്തി പ്രോസസ് ആണിത്. അപ്പം അതുകൊണ്ട് കഴിയുന്നതും ഇതിനൊരു പ്രോപ്പർ എവിഡൻസ് കീപ്പ് ചെയ്യാന്നുള്ളത് എല്ലാ പേരൻസും, മക്കൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ താല്പര്യമുള്ള എല്ലാ പേരൻസും ഇപ്പം എല്ലാവരും അവെയറാണ്. ഒരു പ്രോപ്പർ എവിഡൻസ് വേണം, ഇതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടെന്നുള്ളതിൽ ആ രീതി വേണം ചെയ്യാനെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി ഇങ്ങനെ ഒരു ഡിവോഴ്സ് നടന്ന് പോയി 2 ഫാമിലി, ഈ വേറെ കല്യാണം കഴിയുമ്പോൾ ഉള്ള കുട്ടികളുടെ കസ്റ്റോഡിയൻഷിപ്പിനെ കുറിച്ചാണ്. വേറെ കല്യാണം കഴിയുമ്പം ഈ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഹസ്ബൻഡ്, ഇപ്പം രണ്ടാമത് ഇപ്പം മദർ വേറെ കല്യാണം കഴിച്ചു, ഹസ്ബൻഡ് വന്നു, ഹസ്ബൻഡ് നല്ല ആളാണ്, പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ കസ്റ്റഡി മദറിനെ കൊടുത്തിരുന്നെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കാം. ചിലപ്പോൾ ഗേൾ ചൈൽഡിന്റെ കാര്യത്തിലൊക്കെ ചിലപ്പോൾ ഒരു പ്രായം കഴിയുമ്പോൾ ചിലപ്പം എന്തെങ്കിലും ഇഷ്യൂസോ എന്തെങ്കിലും ഒക്കെ വരുവാണെങ്കിൽ കസ്റ്റഡി കോർട്ടിന് എപ്പോൾ വേണമെങ്കിലും കസ്റ്റഡി മാറ്റി കൊടുക്കാം. ഇപ്പം സുപ്രീം കോടതി പോയാലും ശരി, നമുക്ക് എപ്പോൾ വേണമെങ്കിലും കസ്റ്റഡി ഒരു റിജിഡ് അല്ല. ഇതിപ്പോൾ ഒരു സിറ്റുവേഷൻ, ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ കസ്റ്റഡി മാറാം. ഇപ്പം അവിടെ ചെല്ലുമ്പം ഇപ്പം പുതിയതായിട്ടൊരു കല്യാണം കഴിച്ചു, ആ ഹസ്ബൻഡ്, ആ മദർ, കുട്ടിയുടെ അമ്മയുടെ ഹസ്ബൻഡ് ഭയങ്കര അബ്യൂസീവ് ആണ്, വെർബൽ അബ്യൂസാണ്, അങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെ മോശം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കസ്റ്റഡി എപ്പോൾ വേണമെങ്കിലും കോടതിക്ക് മാറ്റി കൊടുക്കാം. അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും. അതിന് അത്ര വലിയ ഡിലേ വരത്തില്ല. കാര്യം കുട്ടിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ രീതിയിലായിരിക്കും കോടതി അതിൻ്റെ അകത്ത് ഇടപെടുക എന്നുള്ളത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഫാദറിൻ്റെ അടുത്താണ് കസ്റ്റഡി എങ്കിലും അവിടെയും എന്തെങ്കിലും ഇതുപോലെ ഇഷ്യൂസ് ആണ്. കസ്റ്റഡി റിജിഡ് അല്ല, എപ്പോഴും ഫ്ലെക്സിബിൾ ആണ്. ഇപ്പോൾ സർക്കംസ്റ്റാൻസ് അനുസരിച്ച് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പം എനിക്കിപ്പോൾ ഒരു കോടതി എൻ്റെ കയ്യിലെ കുട്ടി എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ ഈസി ആയിട്ടിരിക്കാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്തില്ല, നമ്മുടെ കൂടെ ഉള്ളവരും നമ്മുടെ സിറ്റുവേഷൻസും പ്രോപ്പറായിട്ട് പോയില്ലെങ്കിൽ കസ്റ്റഡി എപ്പോൾ വേണമെങ്കിലും കോടതിക്ക് തിരിച്ചെടുത്ത് അടുത്ത ആൾക്ക് കൊടുക്കാം. അപ്പൊ അതെപ്പോഴും ഒരു ഉള്ളിലൊരു ഇത് വേണം. നമ്മൾ സംസാരിച്ച് തുടങ്ങിയത് ഇങ്ങനെയുള്ളവരുടെ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള പാരൻസിന്റെ കുട്ടികളെ കുറിച്ചാണ്. ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ, അല്ലെങ്കിൽ എവിടെയും അവർക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റാതെ, ഇപ്പോൾ 2 ഫാമിലിയിലെയും ഫംഗ്ഷൻസിന് പോലും പോകാൻ പറ്റാത്ത സിറ്റുവേഷൻസ് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അവരുടെ മാരേജ് ലൈഫും അവരൊരു പേരന്റ് ആകുമ്പോഴും എല്ലാം ഇതിന്റെ ഇമ്പാക്റ്റ് പല രീതിയിൽ വരും. ഇനി അതെല്ലാം സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, ഒന്നും പറ്റിയില്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ചോദിച്ചെങ്കിലും ഒന്ന് വിഷമിപ്പിക്കും. ഓക്കെ, നിന്റെ പാരന്റ്സ് ഇങ്ങനെ ആയിരുന്നില്ല എന്ന് ഏതെങ്കിലും സ്റ്റേജിലൊക്കെ കേൾക്കേണ്ടി വരാത്ത ഡിവോഴ്സ്ഡ് പാരന്റ്സിന്റെ മക്കൾ ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ ഇവർക്ക് നാളത്തെ ഒരു ജീവിതത്തെ പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകത്തക്ക രീതിയിൽ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള കാര്യമല്ലേ. ഇപ്പോൾ സ്കൂൾ ലെവലിലാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു കുട്ടിയെ ഒരു ഡിവോഴ്സ്ഡ് പാരന്റിന്റെ ആണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വരുന്നതാണ് എന്ന് പറയുമ്പോൾ അവർക്ക് ആ കിട്ടാത്തത് എന്താണ്, അല്ലെ അവരെങ്ങനെ പ്രോപ്പർലി അവരെ ഗൈഡ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇമ്പാക്ട് കുട്ടികൾക്ക് 2 രീതിയിലാണ്. ഡയറക്റ്റ് ഇമ്പാക്ട് ഉണ്ടാവാറുണ്ട്. കാര്യം അവരുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ, അഗ്രസീവ് ആയിരിക്കും, ചിലപ്പം സോഷ്യലൈസ് ചെയ്യത്തില്ല, സബ്സ്റ്റൻസ് അബ്യൂസ്, ആൽക്കഹോൾ അങ്ങനെയൊക്കെ പോകും. ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പം എക്കണോമിക്കലി
പൈസയ്ക്കുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് പൈസ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. സോഷ്യൽ വിക്ടിമൈസേഷൻ വരാറുണ്ട്. ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ആൾക്കാർ കളിയാക്കുക, നിൻ്റെ അച്ഛൻ എന്ത് ചെയ്യും, അമ്മ എന്ത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഡിപ്രഷൻ, ആങ്സൈറ്റി ഒക്കെ അങ്ങനെയൊക്കെ കുട്ടികൾക്ക് ബാധിക്കും. ഇതിന് ഒരു പ്രോപ്പർ കൗൺസിലിംഗ് ഉള്ളൂ ഇതിനൊരു മാർഗം. കൗൺസിലിംഗ് ആദ്യം കൊടുക്കേണ്ട പേരൻസിനാണ് ആദ്യത്തെ കൗൺസിലിംഗ്. അതിനുശേഷം കുട്ടികൾക്കും അതിൻ്റെ ഒരു കറക്റ്റ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ കുട്ടികൾക്കും കൊടുക്കുക. പേരൻസ് ആണ് ഇതിൻ്റെ അകത്ത് മെയിൻ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് കുട്ടികളെ ആ ഒരു ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുവരാതെ ശ്രദ്ധിക്കേണ്ട പേരൻസിൻ്റെ ഉത്തരവാദിത്തമാണ്. ഒരു സെൽഫായിട്ട് നിൽക്കാനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ പല സമയത്തും വളരെ കുഞ്ഞു കുട്ടികളാകുമ്പം എത്രത്തോളം പറ്റും എന്നുള്ള ഒരു 13-14 ഒക്കെ ആയിക്കഴിഞ്ഞാൽ, ടീനേജ് ആയിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ടീനേജിലെ കുട്ടികൾ കുറച്ചും കൂടെ മെച്ചുവേർഡ് എവിടെ പോയാലാണ് കറക്റ്റ്, അവർക്ക് എവിടെ പോയാലാണ് അവർക്ക് ബെനിഫിറ്റ് എന്ന് അവർ നോക്കുന്നു. തീർച്ചയായിട്ടും നോക്കും. ഇപ്പോഴത്തെ 12, 13, 14 എന്ന് പറഞ്ഞ കുട്ടികൾ പണ്ടത്തെ 13, 14 ഒന്നും അല്ല. ഇപ്പം വളരെ അവര് നമ്മളെക്കാട്ടിലും മെച്ചുവേർഡായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് അവരുടെ നോക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കൂടുതൽ യങ് ഏജ് വരുമ്പോഴാണ് ഈ കുഴപ്പം വരുന്നത്. ഇപ്പം ഹസ്ബൻഡും വൈഫും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ഈ പറഞ്ഞ പോലെ സ്കൂളിൽ ഒരു പരിപാടി വരുമ്പം ആ രണ്ടുപേരും ബാക്കിയുള്ള ഫ്രണ്ട്സ് അച്ഛനുമായിട്ട് വരുന്നു. അപ്പോൾ ഒരു കുട്ടി ചോദിക്കും, എന്ത് നിന്റെ അച്ഛൻ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോഴത്തേക്ക് അപ്പം വീട്ടിൽ ഒന്ന് പറയും, എന്നെ അച്ഛൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു. അത് ഭയങ്കര പലപ്പോഴും ഈ അമ്മമാരുടെ കൂടെ നിൽക്കുന്ന മക്കള് കുറെ നാൾ കഴിയുമ്പോൾ ഇങ്ങനെ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്റെ അച്ഛൻ ഇല്ലാത്തോണ്ടല്ലേ, അല്ലെങ്കിൽ അമ്മ അന്ന് അഡ്ജസ്റ്റ് ചെയ്യാഞ്ഞിട്ടല്ലേ എന്ന ഏതെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അന്ന് നിങ്ങൾ എൻ്റെ ലൈഫ് സ്പോയിൽ ചെയ്തില്ലേ എന്ന് ചോദിക്കാത്ത മക്കൾ കുറവാണ് എന്നാണ്. കാരണം മിക്കവാറും ഈ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള കുട്ടികൾ ഈ സഫർ ചെയ്ത് ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ ഇത് ആരുടെയെങ്കിലും തലയിലേക്ക് ബ്ലെയിം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കും. അപ്പം ഇതുപോലെ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നോ ഫാമിലിന്നോ ഒക്കെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവർ ഉള്ളിലെങ്കിലും ചോദിക്കും, അന്ന് ഇവർക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് നന്നായേനെ, അല്ലെങ്കിൽ എൻ്റെ ഒരു ലൈഫിൽ അടുത്ത സ്റ്റേജിൽ പോകുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ സപ്പോർട്ട് കിട്ടിയേനെ എന്ന് തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്ന ഒരു സമയം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഡിവോഴ്സ് കേസുകളൊക്കെ കാണുമ്പോൾ പലപ്പോഴും നമുക്ക് അങ്ങനെ തോന്നാറില്ലേ, ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടെങ്കിലും അല്ലെങ്കിൽ അവർക്കൊരു നല്ല ഫ്യൂച്ചർ കിട്ടാൻ, അവർക്കൊരു നല്ല ചൈൽഡ്ഹുഡ് കിട്ടാൻ, അല്ലെ അവർ ഒരു നല്ല ഫാമിലി എന്നുള്ളൊരു പാക്കിനകത്ത് വളരാൻ അർഹതയുള്ള കുട്ടികളാണ്. പക്ഷേ ഇത് ആരുടെയൊക്കെയോ ഈഗോയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ പേഴ്സണലി ഉണ്ടായിരിക്കുന്ന ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു മെന്റൽ ഇഷ്യൂസ് ആയിരിക്കും, അവർക്ക് മെന്റൽ ഹെൽത്തിന്റെ കുറവായിരിക്കും, അല്ലെങ്കിൽ ഫാമിലി രണ്ട് രീതിയിലുള്ള ഫാമിലീസ് ആയതുകൊണ്ട് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ഈ എനിക്ക് വേണം എന്നുള്ള ഒരു പൊസസീവ്നെസ്, എൻ്റേതാണ് ഹസ്ബൻഡ് അല്ലെ എൻ്റേതാണ് വൈഫ് എന്നുള്ള ഒരു പൊസസീവ്നെസ് കൂടുമ്പോൾ ബാക്കിയുള്ളവരുമായിട്ടൊക്കെ ഇഷ്യൂ ഉണ്ടാവുന്നതായിരിക്കും, അല്ലെങ്കിൽ പറഞ്ഞ പോലെ സാമ്പത്തികപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും. പക്ഷെ ഈ പ്രശ്നങ്ങളൊക്കെ ഇതാവുമ്പോഴും നമ്മളുടെ ഒരു സന്തോഷത്തിന്റെയും നമ്മുടെ സ്നേഹത്തിന്റെയും ഭാഗമായിട്ടുണ്ടായ കുഞ്ഞുങ്ങൾ അവർക്ക് നിഷേധിക്കുന്നത് എത്രയോ വലിയ നീതിയാണ്, അല്ലെ, എത്രയോ വലിയ സ്നേഹരാഹിത്യത്തിലേക്കും ആ ഒരു ഇമോഷണൽ ട്രോമയിലേക്കാണ് നമ്മൾ ആ കുഞ്ഞുങ്ങളെ കൊണ്ടിട്ട് കൊടുക്കുന്നത്. ഒരുപക്ഷെ അവരുടെ ജീവിതകാലം മുഴുവൻ അവർക്ക് ഒരിക്കലും കടന്നു വരാൻ കഴിയാത്ത രീതിയിലുള്ള കുറെ മെന്റൽ ട്രോമയിലേക്കാണ് തീർച്ചയായിട്ടും നമ്മൾ ആ കുഞ്ഞുങ്ങളെ വഴി നടത്തുന്നത്. അപ്പോൾ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ലെങ്കിൽ വിവാഹം എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് പുറത്ത് നിൽക്കുക. ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുന്ന ഇടത്ത് മാത്രം എനിക്കൊരാളുമായിട്ട് ജീവിക്കാൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം വിവാഹത്തിലേക്ക് പോവുക. ഇനി വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴും എൻ്റെ കുഴപ്പങ്ങൾ കാരണം അതിലെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് സ്വയം മനസ്സിലാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക, അല്ലെ പാർട്ട്ണറിനാണെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഇങ്ങനെ പറഞ്ഞ് വഷളാക്കി കുടുംബക്കാരെല്ലാം കൂടി ചേർന്ന് രണ്ടുപേരുടെ ജീവിതത്തിൽ തീരുമാനമെടുത്ത് രണ്ട് വഴിക്കാക്കി കഴിയുമ്പോൾ അവസാനം ഇങ്ങനെ ഒറ്റപ്പെട്ട് ഒരു തുരുത്തു പോലെ നിൽക്കുന്ന കുറെ കുഞ്ഞു ചെറിയ മനുഷ്യരുണ്ട്. ഒരിക്കലും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവർ കാലിടറി വീണിട്ടായിരിക്കും എഴുന്നേറ്റ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടെങ്കിലും ഈ ഡിവോഴ്സ് കേസുകൾ കുറയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.